നിങ്ങളവിടെ ഇരുന്നോളി, ഇരുമ്പിന്റെ സദസ്സാണ്, പുണ്യം കൊട്ടും, ലോകത്തും റിയാവ് തന്നെയാണ്. അത് പ്രസിഡന്റ് പൊട്ടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പുണ്യങ്ങളെ പൊട്ടിക്കുന്നില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം, ഖിയാമത്ത് നാളിൽ അവിടുത്തെ ഉമ്മത്തുകളെ ഉറുൽ മുഅജ്ജിരീൻ എന്ന് വിളിക്കപ്പെടും. കൈക്കാൽ വെളുത്തവരെ. അതെന്തുകൊണ്ട്? ഒന്നുവെടുത്ത അടയാളങ്ങളെ കൊണ്ട് കൈകളും കാലുകളും വെളുത്തവരെ എന്ന് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊണ്ട് നമ്മളെ ഒന്നുണ്ടാക്കേണ്ടത്. അത് ഏത് രൂപത്തിൽ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, അതിന്റെ ഷർത്ത്, അതിന്റെ ഫർദ് അതെല്ലാം ഒതുങ്ങിയിട്ടുണ്ടോ ഇല്ലെങ്കിലും അതിനെപ്പറ്റി അറിയുന്നില്ലെങ്കിൽ പഠിച്ചേ മതിയോ. പഠിക്കുക തന്നെ വേണം. അള്ളാന്റെ മുമ്പിൽ വെച്ച് പഠിച്ചില്ല, എനിക്ക് അതിന് ഒഴിവിട്ടില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല. കാരണം ഉറപ്പാ. ചൈനയെ പോയിട്ടെങ്കിലും ഇന്ന് പഠിക്കണം. ഇവിടുന്ന് കിട്ടൂലേ? ചൈനയിൽ പോകണം, പോയി പഠിക്കണം. പൈസ ലഭ്യത്ത് നമുക്ക് പെരണ്ട്, വരമ്പുണ്ട്, മറ്റുള്ള മറ്റൊരു എല്ലാം ഉണ്ട്. ഇതെന്താ നമുക്ക് ബേജാറ്? അപ്പൊ അള്ളാഹുസ്വലായിട്ട് വിട്ടുവീഴ്ച ചെയ്യൂല. നമുക്ക് പഠിക്കാൻ ചൈനയിൽ പോയിട്ട് ഇവിടെ ഇന്ത്യയിൽ നിന്ന് കിട്ടൂലെങ്കിൽ ചൈനയിൽ പോയിട്ടെങ്കിലും എന്ത് വേണം? എൽമ പഠിക്കണം. നമ്മളൊന്ന് അരിയായി കൊണ്ടുവരാനല്ല, എൽമ പഠിക്കാനായി ചൈനയിൽ പോയിട്ടെങ്കിലും എന്താക്കണം? അത് കൊണ്ടുവരണം. അപ്പൊ ആ ഒരു കാര്യം വളരെ നിസ്കാരം അതേ നമുക്ക് പഠിച്ചേ മതിയോ. അതിന്റെ ചെറുപ്പും സുന്നത്തുകളൊക്കെ വേണ്ടതുപോലെ പഠിച്ചേ മതിയാവും. അതൊരു പൂർണ്ണമായതല്ല, അതേപോലെ നിർബന്ധ ആചാര്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഇന്ത്യ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ചൈനയിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ അവിടെ പോകണം എന്നതിന് ഉദ്ദേശം. അത്രയും വിഷമിച്ച് എന്താക്കണം? പോയിട്ടേയും എൽമ പഠിച്ചേ മതിയാവൂ. എൽമ പഠിക്ക്, എൽമ തേട്. അത് മുസ്ലിമായ ആണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ അവരുടെ നിർബന്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീകളെ ഞാൻ നിർത്തിക്കൊണ്ട് പോകുന്നില്ല. പരിശുദ്ധ റമദാൻ മാസം ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. മാതാപിതാക്കൾ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ജ്യേഷ്ഠാന്ത സഹോദരന്മാർ, അവർക്ക് അല്ലാഹു തആല ഈ പരിശുദ്ധ റമദാനിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബറുകളെല്ലാം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ. ആമീൻ. നമ്മളെയും അവരെയും നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. ആമീൻ. 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 റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.